ഹായ് ഗൈസ്, നമ്മൾ എന്നും പറയുന്ന പോലത്തെ ഒരു റിയൽ എസ്റ്റേറ്റ് വീഡിയോ അല്ല ഇന്ന് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം നമ്മൾ താജ്മഹലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പം മുംതാസിന് വേണ്ടി ഷാജഹാൻ പണിത ഒരു സ്മാരകമാണ് താജ്മഹൽ. അതുപോലൊരു റിയൽ എസ്റ്റേറ്റ് പ്രൊഡക്റ്റ് ദുബായിയുടെ അല്ലെങ്കിൽ യുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഷാജഹാൻ ഷെയ്ഖിന്റെ മകന്റെ സ്മാരകമായിട്ട് ഖാലിദ് ബിൻ സുൽത്താൻ സിറ്റി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ട് ഇപ്പോൾ 1 ഇയറോളം ആയി. ഇപ്പോൾ ഇതിന്റെ സെയിൽസ് സെന്ററിലാണ് നമ്മൾ വെക്കുന്നത്. ഈ സെയിൽസ് സെന്റർ എന്ന് പറയുന്നത് സെയിൽസ് സെന്റർ മാത്രമല്ല, ഈ എൻ്റയർ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സാഹ ഹദീദ് എന്ന് പറയുന്ന ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ആർക്കിടെക്റ്റ് ആണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ട് ടൗൺ ഹൗസും വില്ലാസും യുഎയിൽ വാങ്ങാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ വീഡിയോ മുഴുവൻ കണ്ടോളൂ, നിങ്ങൾക്ക് നഷ്ടമാവില്ല. ഈ വീഡിയോയിൽ നമ്മൾ മൊത്തമായിട്ടും എല്ലാ കാര്യങ്ങളും ഈ ഖാലിദ് ബിൻ സുൽത്താൻ സിറ്റി എന്ന് പറയുന്ന ബിയ എന്ന് പറയുന്ന ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞത് ഒരു സ്മാരകമായിട്ട് പണിയുന്ന അതൊരു കച്ചവടമായിട്ടോ ബിസിനസ് ആയിട്ടോ കാണരുത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു കച്ചവട അല്ലെങ്കിൽ ഒരു ബിസിനസ് ആസ്പെക്റ്റിൽ വരുന്ന റിയൽ എസ്റ്റേറ്റും ഒരു സ്മാരകമായിട്ട് ഗവൺമെന്റ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പണിയുന്ന ഒരു പ്രൊജക്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് നമ്മളിപ്പോഴും ഇപ്പം അദ്ദേഹത്തിന്റെ മകന്റെ, അതായത് ഷാജഹാൻ ഷെയ്ഖിന്റെ മകന്റെ പേരിലുള്ളൊരു സ്മാരകമാണ് ഈ ഖാലിദ് ബിൻ സുൽത്താൻ സിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഡെവലപ്മെന്റ്. ആകെ 450 വില്ലാസും ടൗൺ ഹൗസും മാത്രമാണ് ഇനിഷ്യലി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമുക്ക് ദുബായിൽ അല്ലെങ്കിൽ യുഎയിൽ ഒരു ലാൻഡ് വാങ്ങണമെങ്കിൽ മിനിമം 400-500 ദിർഹം പെർ സ്ക്വയർ ഫീറ്റ് ആവും. ആ സാഹചര്യത്തിലാണ് നമുക്ക് ഇവിടെ ഈ കാണുന്ന ഒരു ടൗൺ ഹൗസ് അല്ലെങ്കിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു ടൗൺ ഹൗസ് അല്ലെങ്കിൽ വില്ല നമുക്ക് 900 ദിർഹംസ് പെർ സ്ക്വയർ ഫീറ്റിന് കിട്ടുന്നത്. ദുബായിലെ ഔട്ട്സ്കേർട്സിൽ ഡെസേർട്ടിന്റെ നടുക്ക് ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങണമെങ്കിൽ മിനിമം 1500 ദിർഹം പെർ സ്ക്വയർ ഫീറ്റ് ആവും. ഇവിടെ 900 ദിർഹം പെർ സ്ക്വയർ ഫീറ്റിന് നമുക്ക് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്ത സാധാരണ ബോക്സി ഡിസൈൻ, അതായത് ഏറ്റവും ഈസി ആയിട്ട് ദുബായിലൊക്കെ പണിയുന്ന ബോക്സി ടൈപ്പ് കട്ട അടുക്കി വെച്ചിട്ടുള്ള ടൗൺ ഹൗസോ വില്ലാസോ അല്ലാതെ സാഹ ഹദീദ് ഡിസൈൻ ചെയ്തിട്ടുള്ള ടൗൺ ഹൗസും വില്ലാസുമാണ് നമുക്ക് 900 ദിർഹം പെർ സ്ക്വയർ ഫീറ്റിൽ കിട്ടുന്നത്. അതായത് ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞൊരു 4 വർഷത്തിൽ ഷാർജയിലോ അല്ലെങ്കിൽ യുഎയിലോ ഉണ്ടായിട്ടില്ല. ഇനി ഷാർജ എന്ന് പറയുമ്പോൾ ഷാർജ എയർപോർട്ടിലേക്ക് 5 മിനിറ്റേ ഉള്ളൂ, ദുബായ് എയർപോർട്ടിലേക്ക് 20 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നല്ല ലൊക്കേഷനാണ്. ഇനി അഗെയിൻ കമ്മിങ് ബാക്ക് ടു ദ മെയിൻ തിങ്, നമുക്ക് ഇവിടെ 2 ബെഡ്റൂം ടൗൺ ഹൗസ്, 3 ബെഡ്റൂം ടൗൺ ഹൗസ്, 4 ബെഡ്റൂം ടൗൺ ഹൗസ്, പിന്നെ 4 ബെഡ്റൂം 5 ബെഡ്റൂം 6 ബെഡ്റൂം വില്ലാസ് ആണ് വരുന്നത്. ഇപ്പൊ ഇത്രയും പ്രൊജക്റ്റ് മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്രയും വിലക്കുറവിൽ, പെർ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്രയും വിലക്കുറവിൽ നമ്മുടെ നാട്ടിൽ പോലും ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കില്ല. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഏറ്റവും അധികം നമ്മൾ ചിന്തിക്കുന്നത് എത്രത്തോളം പൈസ നമ്മുടെ കയ്യിൽ ചിലവാകുന്നതാണ്. ഈ പ്രൊജക്റ്റിന്റെ പ്രത്യേകത, ഇത് ഞാൻ പറയുന്നത് കച്ചവടമായിട്ട് ഒരു ബിസിനസ് ആയിട്ട് ചെയ്യുന്ന നല്ലൊരു സ്മാരകമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പേയ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് 30-70 ആണ്. അതായത് നമ്മുടെ പ്രോപ്പർട്ടി വാല്യൂവിന്റെ 30% മാത്രം പണി നടക്കുന്ന 3 വർഷം കൊണ്ട് അടച്ചാൽ മതി. ബാക്കിയുള്ള 70% നമുക്ക് മോർഗേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോകത്ത് എവിടെ ഇരിക്കുന്ന ഒരാളായിക്കോട്ടെ, നമ്മൾ ദുബായിലുള്ള ആളായിക്കോട്ടെ, ഷാർജയുള്ള എവിടെയുള്ള ആളാണെങ്കിലും നമുക്ക് ഈ 30% എന്ന് പറയുന്ന പേയ്മെന്റ് മാത്രം നമ്മൾ മനസ്സിൽ എക്സ്പെക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള പേയ്മെന്റ് നമുക്ക് ഈസി ആയിട്ട് മോർഗേജ് ചെയ്യാൻ പറ്റും. മോർഗേജ് ചെയ്യുമ്പോൾ നമ്മൾ ടെനർ കൂടുന്നതനുസരിച്ചിട്ട് EMI കുറയും. ഏറ്റവും 4500 ദിർഹംസ് വരെ നമുക്ക് കുറച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ ബാക്കിയുള്ള 70% നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രോപ്പർട്ടി വാല്യൂവിന്റെ 30% മാത്രം നമുക്ക് 3 വർഷം കൊണ്ട് അടയ്ക്കാൻ സാധിച്ചാൽ ഒരു ടൗൺ ഹൗസ് അല്ലെങ്കിൽ വില്ല നമുക്ക് ഈ പറയുന്ന കമ്മ്യൂണിറ്റിക്ക് അത് സ്വന്തമാക്കാം. ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മളൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞാൽ 2 ബെഡ്റൂം പ്ലസ് മെയ്ഡ് റൂം, അതായത് 2200 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ടൗൺ ഹൗസ്. നമ്മൾ 2200 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ദുബായിലുള്ള 3 ബെഡ്റൂം അല്ലെങ്കിൽ 4 ബെഡ്റൂം ടൗൺ ഹൗസിന്റെ സൈസാണ്. ആ സൈസിലാണ് ഇവിടെ 2 ബെഡ്റൂം ടൗൺ ഹൗസ്. 2 ബെഡ്റൂം ടൗൺ ഹൗസ് എന്ന് പറഞ്ഞാൽ 2 ബെഡ്റൂം പ്ലസ് മെയ്ഡ് റൂം, 4 വാഷ്റൂം വരുന്ന വലിയ ലേ ഔട്ടാണ്. ആ ലേ ഔട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.85 മുതൽ 2 മില്യൺ വരെയാണ്. അപ്പോൾ നമ്മളൊരു അപ്പാർട്ട്മെന്റ് വാങ്ങുന്ന വിലയ്ക്കാണ് ഈ പറയുന്ന ഈ കമ്മ്യൂണിറ്റിയിൽ നമുക്കൊരു 2 ബെഡ്റൂം ടൗൺ ഹൗസ് 2200 സ്ക്വയർ ഫീറ്റ് ബിൽട്ടപ്പ് ഏരിയയും ഏകദേശം 1600 സ്ക്വയർ ഫീറ്റോളം പ്ലോട്ട് ഏരിയ, 4.5 സെന്റ് സ്ഥലവും 2200 സ്ക്വയർ ഫീറ്റുള്ള വീടും കൂടെ നമുക്ക് കിട്ടുന്നത്, 2 കാർ പാർക്കിംഗ് ഉൾപ്പെടെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു വിലയ്ക്കാണ്. ഇനി ഇതിന്റെ 30% അടച്ചാൽ മതി 3 വർഷം കൊണ്ട്. അതായത് ഒരു 7 ലക്ഷം ദിർഹംസ് നമുക്ക് 3 വർഷം കൊണ്ട് അടച്ചാൽ മതി. ഇനി 3 ബെഡ്റൂം ആണെങ്കിലും അപ്രോക്സിമേറ്റ്ലി 2.3-2.4 മില്യൺ ആണ്. ഇനി 4 ബെഡ്റൂം ആണെങ്കിൽ 3 മില്യൺ പ്ലസ് വരും. ഈ പറയുന്ന പ്രൈസിന്റെ ഒക്കെ 30% മാത്രം അടയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പം നിയർലി 1 മില്യൺ നമുക്ക് അടയ്ക്കാൻ പറ്റുമെങ്കിൽ ഒരു 3-3.5 വർഷം കൊണ്ട് ഒരു 1 മില്യൺ ദിർഹംസ് നമുക്ക് അടയ്ക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് യുഎയിൽ തന്നെ ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കമ്മ്യൂണിറ്റി. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബിസിനസ് ആസ്പെക്റ്റിൽ പണിയുമ്പോൾ നമുക്ക് ഏറ്റവും വിലക്കുറവിലായിരിക്കും ചെയ്യുന്നത്. ഇവിടെ കംപ്ലീറ്റ് AI ഇൻറ്റഗ്രേറ്റഡ് ആണ്. അതുപോലെ തന്നെ യുഎയിൽ ആദ്യത്തെ ഒരു ഡെവലപ്മെന്റ് ആണ് കംപ്ലീറ്റ് AI ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത്. അത് ഇതാണ്. പിന്നെ കംപ്ലീറ്റ് സസ്റ്റൈനബിൾ ആണ്. സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ
എൻ്റയർ പ്രൊഡക്റ്റ്, അതായത് ഇവിടുത്തെ കോമഡിയിൽ മൊത്തം പവർ കൊടുക്കുന്നത് സോളാർ എനർജിയാണ്. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ കുറവാണ്, കമ്മ്യൂണിറ്റി സസ്റ്റൈനബിൾ ആണ്. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാഹസിക ഡിസൈൻ ചെയ്ത ഇത്രയും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള AI ഇന്റഗ്രേറ്റഡ് ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് UAE ആദ്യമാണ്. അതിലേക്കാണ് നമ്മളിപ്പോൾ ടോക്കൺ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസൈൻ, ഇത്ര ഈസി ആയിട്ടുള്ള പേയ്മെന്റ് പ്ലാൻ. ഇതൊരു സ്മരണ, ഷാർജ ഷെയ്ഖിന്റെ സ്മരണയ്ക്ക് വേണ്ടി പണിയുന്ന പ്രൊജക്ട്. അതിൽ തന്നെ 2 bedroom അപ്പാർട്ട്മെന്റ് ദുബായിൽ വാങ്ങുന്ന അല്ലെങ്കിൽ ഷാർജയിൽ വാങ്ങുന്ന വിലയ്ക്ക് ഒരു ടൗൺ ഹൗസ് 2200 സ്ക്വയർ ഫീറ്റ്, പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 900 ദിർഹംസ് മാത്രം മതി. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ബിൽട്ടപ്പ് ഏരിയ ആയിക്കോട്ടെ, ഇതിന്റെ ഡിസൈൻ ആയിക്കോട്ടെ, ഇതിന്റെ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, എല്ലാം ബെസ്റ്റ് ആണ്. എയർപോർട്ടിലേക്ക് 5 മിനിറ്റ്, ഷാർജ എയർപോർട്ടിലേക്ക് 5 മിനിറ്റ്, ദുബായ് എയർപോർട്ടിലേക്ക് 20 മിനിറ്റും. അപ്പോൾ ഒരു വില്ല ആയിക്കോട്ടെ, ടൗൺ ഹൗസും ആയിക്കോട്ടെ, നമ്മൾ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത്രയും വിലക്കുറവിൽ ഇത്രയും നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ UAE വേറെ ഇപ്പം നിലവിലില്ല. ആകെ 455 യൂണിറ്റ് അല്ലെങ്കിൽ 456 യൂണിറ്റ് മാത്രമാണ് ഇപ്പം നിലവിൽ റിലീസ് ചെയ്യുന്നത്. അത് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പം എത്രത്തോളം നമുക്ക് 2 bedroom 3 bedroom കിട്ടുമെന്ന് അറിയില്ല. ഇനി ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. വരൂ. ഈ കാണുന്ന പ്രൊഡക്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു 3 bedroom ട്വിൻ വില്ലയാണ്. ട്വിൻ വില്ല എന്ന് പറഞ്ഞാൽ ഒരു ടൗൺ ഹൗസ്, 2 ടൗൺ ഹൗസ് ചേരുന്ന ഒരു വില്ലയാണിത്. അപ്പോൾ ഒരു ഫാമിലിക്ക് വേണമെങ്കിൽ പോലും നമുക്ക് ഒരു വില്ല വാങ്ങുന്ന വിലയ്ക്ക് 2 3 bedroom ടൗൺ ഹൗസ് വാങ്ങാം. കാരണം ഒരു ടൗൺ ഹൗസിന്റെ വില 2.7 മില്യൺ ആണ്. ഈ ടൗൺ ഹൗസിന്റെ വില 2.7. അപ്പോൾ 5.4 അല്ലെങ്കിൽ 5.5 മില്യൺ റേഞ്ചിനകത്ത് നമുക്ക് 2 ടൗൺ ഹൗസ് വാങ്ങിച്ചാൽ അത് വില്ല പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം അതിന്റെ പ്ലോട്ട് ഏരിയ തന്നെ അപ്രോക്സിമേറ്റ്ലി 3400 സ്ക്വയർ ഫീറ്റ് പ്ലസ് ഉണ്ട്. ബിൽട്ടപ്പ് ഏരിയ അപ്രോക്സിമേറ്റ്ലി 2500 പ്ലസ് ഉണ്ട്. അതായത് 2500 പ്ലസ് 2500, അതായത് ഏകദേശം 5000 സ്ക്വയർ ഫീറ്റ് ബിൽട്ടപ്പ് ഏരിയ വരുന്ന ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്വിൻ വില്ലയ്ക്ക് വരുന്നത് അപ്രോക്സിമേറ്റ്ലി 5.5 മില്യൺ ആണ്. അതായത് 2 എണ്ണം കൂടെ കൂടുമ്പോൾ, ഒരെണ്ണം മാത്രമാണെങ്കിൽ 2.7 മില്യൺ. അപ്പോൾ എൻ്റെ ഒരു കസ്റ്റമർ ഖത്തറിൽ നിന്ന് വിളിച്ചപ്പോൾ ആൾ പറഞ്ഞ ആൾക്ക് 2 യൂണിറ്റ് വേണം, ഒരു 2 വില്ല വേണമെന്ന് പറഞ്ഞ ആൾക്ക് 2 വില്ല വാങ്ങുമ്പോൾ മോസ്റ്റ്ലി 10 മില്യൺ പ്ലസ് പോകും. ആ സാഹചര്യത്തിൽ നമുക്ക് 5 മില്യന് 2 ടൗൺ ഹൗസ് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇനി ഈ 5 മില്യൺ നമ്മൾ ഈ 2 ടൗൺ ഹൗസ് കൂടെ വാങ്ങുമ്പോൾ 2.7 പ്ലസ് 2.7 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസിൽ നമ്മൾ 2 കൂടെ വാങ്ങുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത് വെറും 30% മാത്രമാണ് ഹാൻഡ് ഓവർ വരെ. അതായത് നമ്മൾ ഇപ്പോൾ ഇതിൽ ഒരു യൂണിറ്റ് മാത്രം എടുത്താൽ പോലും നമുക്ക് 2.7ന്റെ 30% എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി നമ്മളൊരു 8 ലക്ഷം ദിർഹംസ് ആണ് 3 വർഷം കൊണ്ട് അടയ്ക്കുന്നത്. ഈ പറയുന്ന എമൗണ്ട് ആണ് ദുബായിൽ ഒരു ഡീസന്റ് ലൊക്കേഷനിൽ ഒരു 1 bedroomലേക്ക് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതാണോ ഒരു 1 bedroom അപ്പാർട്ട്മെന്റ് ആണോ നല്ലതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കൺസ്ട്രെയിനേ ഉള്ളൂ, ഷാർജയാണ്. ഷാർജ എന്ന് പറഞ്ഞാൽ ദുബായിലേക്ക് 15 മിനിറ്റ് ദൂരേ ഉള്ളൂ. ട്രാഫിക് ഉണ്ടെങ്കിൽ മാത്രമാണ് സമയം എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് റോഡ് ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏർലി സ്റ്റേജിൽ ഇതുപോലൊരു ഡെവലപ്മെന്റിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ദുബായിൽ ഒരു 1 bedroom വാങ്ങുന്ന വിലയ്ക്ക് ഇതുപോലൊരു ലാൻഡും ഒരു വീടും നമുക്ക് സ്വന്തമാക്കാൻ, 2 കാർ പാർക്കിംഗ്. ഇത് ബ്യൂട്ടിഫുൾ ലേ ഔട്ടാണ്. ഇത് നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ തുടക്കം മുതലേ കാണിച്ചിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ തരാൻ പറ്റും എനിക്ക്. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. നമ്മൾ ലൈഫിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, നമ്മൾ നാളെ ഒരാളോട് പറയുമ്പോൾ നിങ്ങൾ എവിടെയാണ് വാങ്ങിച്ചത്, എന്താണ് വാങ്ങിച്ചത്. അപ്പം അങ്ങനെ പറയുമ്പോൾ പറയാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് ഖാലിദ് ബിൻ സുൽത്താൻ സിറ്റി എന്ന് പറയുന്ന ഈ ബിയ ഡെവലപ്മെന്റ്സ്. അപ്പോൾ ഇത് എപ്പോഴും വരുന്നൊരു കാര്യമല്ല, ഇതൊരു സ്മാരകമാണ്. അല്ലാതെ എല്ലാ മാസവും ഡെവലപ്പേഴ്സ് കൊണ്ടുവരുന്ന പോലത്തെ ഒരു പ്രൊജക്റ്റ് അല്ല. ഇതിന്റെ സെയിൽസ് സെന്റർ, ഇപ്പോൾ നിൽക്കുന്ന സെയിൽസ് സെന്ററിന്റെ മാത്രം ഏകദേശം 4 മില്യൺ 5 മില്യൺ പ്ലസ് ഇതിന്റെ ഡിസൈന് മാത്രം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ഐക്കോണിക് പ്രൊഡക്റ്റായി മാറും ഒരു 3 വർഷം കഴിയുമ്പോൾ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പ്രൊഡക്റ്റിൽ എൻ്റർ ആകാൻ പറ്റിക്കഴിഞ്ഞാൽ ദുബായിൽ ഒരു 1 bedroom വാങ്ങുന്ന വിലയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലെ ടൗൺ ഹൗസോ വില്ലയോ സ്വന്തമാക്കാം. 30% മാത്രം 3 വർഷം കൊണ്ട് അടച്ചാൽ മതി. ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി UAE വേറെ നിലവിലില്ല. ഞാൻ അങ്ങനെ റിയൽ എസ്റ്റേറ്റ് വീഡിയോ എല്ലാ ദിവസവും ബാക്ക് ടു ബാക്ക് ചെയ്യാറില്ല. എന്തെങ്കിലും യൂണീക്കായിട്ട് വരുമ്പോൾ മാത്രമാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിൽ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യൂ. കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇത് മനസ്സിലാവുന്നവർക്ക് മാത്രമേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് സംസാരിച്ചത്. അപ്പോൾ ടൗൺ ഹൗസോ വില്ലയോ ഒരു വീടോ ദുബായിൽ വിലക്കുറവിൽ നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ സസ്റ്റൈനബിൾ ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ളൊരു കമ്മ്യൂണിറ്റിയിൽ താമസിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. ഖാലിദ് ബിൻ സുൽത്താൻ സിറ്റി എന്ന് പറയുന്നത് ഒരു സ്മാരകമാണ്. അതിൻ്റെ ഭാഗമാണ് ട്രൈ ചെയ്യുക. ഇതൊരു ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം.